ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പം ഫ്ലാങ്കിൽ നമ്മൾ ഓർഗനൈസൊക്കെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഇന്നത്തെ പരിപാടിയിൽ വെച്ചാൽ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ വീട്ടിൽ കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞ വീട്ടിൽ കാണുന്നുണ്ടെങ്കിൽ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. തുടർന്നുള്ള വേണമെങ്കിൽ കാണുന്നത് നമുക്ക് വീഡിയോ ഇടുന്നതിൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നമ്മൾ കുറച്ച് സ്പീഡിലാണ് പറയുന്നത്. നമുക്ക് അങ്ങനെയാണ് കുറച്ചും കൂടി സ്പീഡിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറയുക. അപ്പോൾ ഗൈസ് നേരത്തെ നമ്മൾ സിമിയോണോ ലാമറാവുന്ന വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വിളിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് മൈക്കായിരുന്നു, സോറി ലാമറോ അല്ല മൈക്ക് ഗൈസ്. നമുക്ക് പറയാൻ വിഷമമുണ്ട്, കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ഈ വീട് പോയി ഗൈസ്. ഇപ്പോൾ എന്താ ചെയ്യുക, ഷിറ്റ്, നമ്മുടെ വീട് ആരോ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് ആരോ വാങ്ങിയിട്ടുണ്ട് നമ്മളെ വീട്. നമ്മളെ വീടല്ല, നമ്മളെ ഡിഫൻഡർ പോയിട്ടുണ്ട്. നമ്മളെ സ്വന്തം എത്ര പൈസ കൊടുത്ത് വാങ്ങിയ ഡിഫൻഡർ, നമ്മുടെ സ്വിമ്മിങ് പൂള്, നമ്മുടെ ഈ വീട് മൊത്തമായിട്ട് പോയിരിക്കുന്നു ഗൈസ്. ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. നമ്മളെന്തായാലും നമ്മൾ ഏതോ പുഴ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പോകേണ്ടത്. എൻ്റെ അവനെ കിട്ടിട്ട് ഞാൻ എന്തായാലും ഈ വീട് എടുക്കും ഒരു ദിവസം. അപ്പോൾ നമ്മളിപ്പോൾ പൂവറായിട്ടുണ്ട് ഗൈസ്, നമ്മുടെ ഫ്രാങ്കിലും പൂവറായിട്ടുണ്ട്. നമുക്ക് എന്താ ചെയ്യേണ്ടത് നമുക്ക് അറിയുന്നില്ല, ഒന്നും ചെയ്യാൻ അറിയുന്നില്ല. പിന്നെ എന്താ ചെയ്യാൻ നമുക്കറിയില്ല. അവനെ കുറേ നേരമായി അവൻ്റെ നമുക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസം ഫ്രാങ്ക്ലിൻ്റെ വീട് വാങ്ങണമെന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്രാങ്ക്ലിൻ്റെ വീട് അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ട് കിട്ടിയിരിക്കുന്നത്. ഫ്രാങ്ക്ലിൻ ആരോ അവൻ എൻ്റെ അടുത്ത കളി. നമ്മളങ്ങനെ ഫ്രാങ്ക്ലിൻ്റെ വീട് വാങ്ങിയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഈ ഫ്രാങ്ക്ലിൻ്റെ വീട് നമുക്ക് തിരിച്ചു കൊടുക്കണ്ടായിരുന്നു. എന്തായാലും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് ഞാൻ അവന് കൊടുക്കാൻ പോകുന്നില്ല, കാരണം അവൻ കുറേ ചതിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ പോവാം. ചതിച്ചിട്ടുണ്ട് പറഞ്ഞാൽ ഞാനവനെ കുറേ ചതിച്ചിട്ടുണ്ട്. അപ്പോഴാണ് അവൻ ചതിച്ചത്. നമ്മൾ സെയിമാണ്. നമുക്കൊന്നും അറിയണ്ട, നമുക്ക് നമ്മളതൊക്കെ ഡിഫൻഡറെല്ലാം നോക്കിയേ. അവൻ്റെ കുറേ ഡിഫൻഡറും കാര്യങ്ങളൊക്കെ നമ്മളുണ്ട്. എന്താ മേലെ സംഭവം, മേലെ ജിമ്മും കാര്യങ്ങളുണ്ട് ഗൈസ്. നമ്മളെന്തായാലും എഗ്രിമെൻറ്റ് സൈഡായിട്ടൊരു കുറച്ച് പൈസക്കാണ് വാങ്ങിയിട്ടുള്ളത്. ഒരു 1 കോടി ഉണ്ടാവും ഗൈസ്. നമ്മുടെ വീട് പോയിട്ട് നമുക്ക് എന്തായാലും പോലീസുകാരുടെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യും ഗൈസ്. അവരെന്തെങ്കിലും ചെയ്യുമോ നോക്കാമല്ലോ. എന്നാൽ നമുക്ക് വിശ്വസിക്കാനാവുന്നില്ല ഗൈസ്. നമുക്ക് മൈക്കിൾ പറഞ്ഞിട്ടാണ് മതി. നമുക്ക് തന്നെ അറിയാം നമ്മളെ വീട് ഇപ്പോൾ നമ്മളെ കയ്യിലില്ലാന്ന്. അപ്പം നമുക്കെന്താ ചെയ്യാൻ കഴിയില്ല. പോലീസുകാരാ, എൻ്റെ വീടൊരു അഗ്രിമെൻറ്റ് സൈഡ് എടുത്തിട്ട് പോയി. എൻ്റെ വീടാണ് ഗൈസ്. പോലീസാ എന്തെങ്കിലും ചെയ്യണം. പോലീസുകാരനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പ്ലീസ് സാറിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സാറിനെന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഗൈസ്. സാറിനെന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണുള്ളത് ഗൈസ്. പോലീസുകാരാ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. ഇപ്പം നമുക്കെന്താ ചെയ്യുന്നത് അറിയുന്നില്ല. പോലീസുകാർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആണെങ്കിൽ എന്താ ചെയ്യാനോ പറയുന്നില്ല. പോലീസുകാരൻ പറയുന്നത് പോയി പാണിയോ കൂടെ ചേർക്കാം. ഇതെല്ലാം നീ എന്തെങ്കിലും കൊടുത്ത് വിടുക. ഇപ്പോൾ നമ്മളെ പൊട്ടന്മാരാക്കേണ്ടതാണ് പറയുന്നത്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പം നമുക്കെന്തായാലും നമുക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യാം ഗൈസ്. ഇപ്പം നമുക്ക് എന്തായാലും എന്തെങ്കിലും ചെയ്യാം. ചിലപ്പോൾ നമുക്ക് ഒരു പണി എന്തെങ്കിലും ഒപ്പിച്ചിട്ട് ഒരു ചെറിയ അമ്മ കൊണ്ടെങ്കിൽ ആക്കി നമുക്ക് എന്തെങ്കിലും ആക്കണം. അപ്പം നമുക്കെന്തായാലും പോവുക. അപ്പം നമുക്ക് ഒന്ന് ലാമറിനെ വിളിച്ച് നോക്കാം ഗൈസ്. ലാമർ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ലാമർ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ലാമർ എന്തെങ്കിലും പറയൂ. നമ്മൾ ലാമറിനെ വിളിച്ചിട്ടുണ്ട്. ലാമർ വിളിച്ചപ്പോൾ പറഞ്ഞത്, എടാ നിൻ്റെ വീട്ടിൽ പോയില്ലേ, അപ്പോൾ ആ സൈഡിൽ തന്നെ വേറൊരു വർക്ക്ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അല്ല വർക്ക്ഷോപ്പുള്ള ഗൈസ്, ഷോറൂം തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഷോറൂമിൽ കുറേ ബുഗാട്ടി അങ്ങനെ കുറേ നമ്മുടെ വീടൊക്കെ അടിച്ചു വെച്ച ഒരു ബൈക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. അവിടെ നല്ലൊരു കിഡിലും കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും നല്ലൊരു വണ്ടി കിട്ടാം. കാരണം അയാൾ നല്ല ഡീലറാണെന്നാണ് പറഞ്ഞത്. നമുക്കറിയാലോ നമ്മൾ എത്ര ആൾ ഡീൽ ചെയ്തിട്ടുണ്ട്. നമ്മളെ സിമ്മിയോണ് ഡീലായിട്ടുണ്ട്. പൊട്ടന്മാരെല്ലാം നമ്മൾ കുറേ ആളങ്ങനെ പൊട്ടന്മാരാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. എന്നാലും അവരെന്തെങ്കിലും നല്ലൊരു വണ്ടി ഇട്ടുള്ളൂ. നിങ്ങൾ ചാനൽ ലൈക്കും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു വണ്ടി കിട്ടും നമുക്ക് ഗൈസ്. അപ്പം നമുക്ക് നല്ല മാതിരി ചാടാം. അതോ നമ്മൾ മാതിരി ചാടിയിട്ടുണ്ട്. അയ്യോ ഗൈസ്, നമ്മൾ ഫ്രാങ്ക്ലിൻ്റെ എപ്പോഴും ഇങ്ങനെയാണ്, എന്തെങ്കിലും പൊട്ടത്തരം ചെയ്തിട്ട് ചോര തുപ്പും. അതന്നെയാണ് ഫ്രാങ്ക്ലിൻ്റെ പണി. നടക്കാൻ പോലും നേരം പോലെ അറിയില്ല. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിൽ ഏതാ റോൾസ് റോയ്സാ അവിടെ വിഷയം വണ്ടി. റോൾസ് റോയ്സ്, ഔഡി പിന്നെ ബുഗാട്ടി, കോണസാക്കി, ലംബോർഗിനി, സുപ്ര, ഫെരാരി, ലംബോർഗിനി സ്വാൻ, അങ്ങനെന്താണ് ലംബോർഗിനി, പിന്നെ മസ്താങ്ക് GTR, പോർഷെ ഗൈസ്, ഇതൊക്കെയാണുള്ളത് ഗൈസ്. അപ്പം നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് വാങ്ങണമെന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇപ്പം നമ്മളെ അക്കൗണ്ടിൽ ഇപ്പോൾ വെറും 0.0 പൈസയാണ് മാത്രമേ ഉള്ളൂ. എമൗണ്ടേ ഇല്ല നമ്മുടെ കയ്യിൽ. അപ്പം നമുക്ക് എന്തായാലും നമുക്ക് ഇവിടെ ആരും ഇല്ലേ.
എടാ മോനെ ഞാൻട്രാ മോനെ മോനെ ഇവിടെ ഉണ്ട് വണ്ടി കയറിയിട്ടുള്ള മോനെ മോനെ ഞാൻട്രാ എന്തെങ്കിലും വാങ്ങാണ്ടോ? എടാ നിന്നെ കണ്ടിട്ട് ഞങ്ങൾക്കൊന്നും വാങ്ങാമല്ലോ, നിൻ്റെ പിച്ചക്കാരനാണെന്ന് തോന്നുന്നല്ലോ നിന്നെ കാണാൻ. ഇവിടെ നോടാ പിച്ചക്കാരനാണ്, ഇവിടെ ഒന്നുമില്ല വേറൊന്നുമില്ല കേട്ടോ സാറേ. ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ സ്ഥലം മൊത്തം വാങ്ങാം, അതിനുള്ള പൈസ ഉണ്ടാവും നേരത്തെ പോലെ. 2 മിനിറ്റ് കൊണ്ട് നമ്മളെല്ലാവരും പൈസ പോയിട്ടുണ്ട് സാറേ. അപ്പം എന്താ നിങ്ങൾക്കൊരു സാറേ ഞങ്ങൾക്കൊരു വണ്ടി തരാൻ പറ്റുമോ? ഏതെങ്കിലും വണ്ടി തരാൻ പറ്റുമോ? ആ മോനെ നിനക്കൊരു പറ്റിയൊരു വണ്ടിയുണ്ട് ഗൈസ്, നിനക്കൊരു പറ്റിയൊരു വണ്ടിയുണ്ട്. നീ ഇങ്ങോട്ട് മോനെ എന്താ ഈ സൈക്കിൾ ഞാൻ നല്ലൊരു പൈസക്കാണ് വിൽക്കുന്നത്, പക്ഷെ നിനക്ക് പൈസക്കല്ലാണ്ട് തരാം. മോനെടുത്തോ. ആ സൈക്കിൾ എടുത്തിട്ട് പോവാം. അയാളെന്ത് തെണ്ടിയാണ് ഒരു സൈക്കിൾ വന്നിട്ട് പോയിരിക്കുന്നു. അപ്പം അയാളെയും പറയാൻ പറ്റില്ലല്ലോ, കാരണം അയാളും അത്ര പൈസ മുടക്കിയിട്ടുണ്ടല്ലോ ഈ മസ്താങ്ക് ഇതെല്ലാം വാങ്ങുക. ഇതിൽ എത്ര പൈസ ഉണ്ടാവും? അയാളും പറഞ്ഞിട്ടല്ല നമ്മളും പറഞ്ഞിട്ടല്ല, എല്ലാം വിധി. നമുക്ക് നേരെ ഈ സൈക്കിൾ എടുത്തിട്ട് ഈ സൈക്കിളത് പറക്കുന്നു. അയാൾ പറഞ്ഞോളൂ കുറച്ച് സ്പീഡും കാര്യമൊക്കെ ഉണ്ട്. അവർക്ക് നമുക്ക് നേരെ വിടാം. ഒരു കാര്യം ചെയ്യാം, കുറച്ച് ഡ്രിഫ്റ്റ് അടിച്ചിട്ട് പോവാം നമ്മുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. നമുക്കല്ലേ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തെങ്കിലും ജോലി കിട്ടുമോ നോക്കാം. എന്തെങ്കിലും ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ കയറി പിടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും മോഷണോ സ്റ്റീലിങ്ങോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് പോവാം. എന്തായാലും നമുക്ക് സ്റ്റീലിംഗ് ആണ് കുറച്ചും കൂടി ബെറ്റർ. നമുക്ക് അത്ര മോഷണം ചെയ്യാൻ അത്ര പഠിച്ചില്ല, നമ്മൾ സ്റ്റീലിംഗ് ആണ്, കാർ സ്റ്റീലിംഗ് അങ്ങനത്തെയാണ്. നമുക്ക് നേരെ വണ്ടി വിടാം, നമുക്ക് ഇനി സംസാരിച്ചൊക്കെ സമയമില്ല. നമുക്ക് നേരെ പോവാം, നമുക്ക് ഇവിടെ സൈഡാക്കാം. നല്ല നമുക്ക് നമ്മുടെ ഇവനെ വിളിക്കാം, അല്ലേ നമ്മളെ ടവറിനെ വിളിക്കാം. ടവർ പറയുന്നത് എന്തെങ്കിലും ജോലി കിട്ടാണ്ടിരിക്കില്ല, കാരണം അവൻ കുറേ നമുക്ക് ജോലിയും കാര്യങ്ങളും തന്നിട്ടുണ്ട്. നമുക്ക് ടവറിനെ വിളിക്കാം. ടവർ പറഞ്ഞത് ഒരു ട്രക്കുണ്ട്, ആ ട്രക്കിൽ 4 ബൈക്കുണ്ട്. അത് നീ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു 25 മില്യൺ ഇത് കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ട്രക്ക് അവിടെ എത്തിയിട്ടുണ്ട്. ഇടാ നമ്മൾ ട്രക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും 4 ബൈക്കാണുള്ളത്. ഒന്ന് കോബ്ര ബൈക്കുണ്ട്, ഒന്ന് ട്രോൺ ബൈക്ക് ഉണ്ട്, ബ്ലൂ കളർ ട്രോണ്. പിന്നെ വേറൊരു 2 ബൈക്കുണ്ട്. അതായത് ഏതാണെന്ന് അറിയില്ല. ഒന്ന് പൾസർ ഉണ്ട് ഗൈസ്, എന്താണ് സൂപ്പർ പൾസർ എന്തോ ഒരു പൾസർ ഉണ്ട്. പിന്നെ വേറൊരു വണ്ടിയുണ്ട് ഗൈസ്, നമ്മൾ സൈക്കിൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് സൈക്കിളല്ലല്ലോ ഇനിയിപ്പോൾ നമുക്ക് 25 മില്യണാണ് ഗൈസ് ഇരിക്കാൻ പോകുന്നത്. കാരണം കോബ്രയും ആ ട്രോൺ ബൈക്കും കാരണം നല്ലൊരു പൈസയുള്ള വണ്ടിയാണ്. പിന്നെ ഇപ്പോൾ ഈ സ്ഥലത്ത് കൊണ്ടെത്തുമ്പോൾ അയാളും നല്ലൊരു പിരാന്തനാണ്, ഈ ഒരു ബൈക്കിൻ്റെ ഒരു ലവറാണ്. ബൈക്ക് ലവറായതുകൊണ്ട് തന്നെ നല്ല പൈസ തരും ആൾ. ഇപ്പോൾ ഈ വണ്ടി മൊത്തം വിറ്റാൽ പോലും അത്ര 25 മില്യൺ കിട്ടില്ല. കാരണം നമുക്ക് അത്ര ഈ ട്രോൺ ബൈക്കിന് അത്ര പൈസ ഇല്ലെങ്കിലും അത്ര പൈസ ഉണ്ടാവും, ഒരു 12 ഉണ്ടാവും. ഇത് മൊത്തം വിറ്റാൽ പോലെ 25 ഇട്ടില്ല. അപ്പം നമുക്കതെടുത്തിട്ട് പോവാം. നമുക്ക് നേരെ പോവാം. എവിടെയാണ് ലൊക്കേഷൻ അയച്ചിട്ടുള്ളത്, എവിടെയാണ് ലൊക്കേഷൻ അയച്ചിട്ടുള്ളത്. നമുക്ക് നേരെ ലൊക്കേഷൻ സ്ഥലത്ത് പോവാം. എവിടെയാണ് ഗൈസ്, നമുക്ക് ഇവിടെ അങ്ങോട്ടെന്തോന്ന് എന്താ നമ്മളെ അയാളല്ല അയച്ചത്, നമ്മളെ സിമിയോനല്ല, നമ്മൾ ടവറിനല്ല വിളിച്ചത്. നമ്മൾ ടവർ പറഞ്ഞ് സിമിയോണിന് അറിയാം എവിടെ സ്ഥലം. അപ്പോൾ സിമിയോനടുത്ത് പോയിട്ട് നമ്മൾ സിമിയോനെ വിളിച്ച് നോക്കി. സിമിയോനെ വിളിച്ച് പറഞ്ഞ് ആടെ ലൊക്കേഷൻ. നമുക്ക് നേരെ ആടെ പോവാം. ആടെ കൊണ്ടുപോയിട്ട് ഈ വണ്ടിയാണെങ്കിൽ എന്താ ഒന്ന് ചിരിച്ച് അപ്പം അങ്ങോട്ട് പോകും, ഒന്ന് ചിരിച്ച് ഇങ്ങോട്ട് പോകും. നേരത്തെ നമ്മൾ വണ്ടി ഇടിച്ചിനി, നമ്മൾ വിശ്വാക്കില്ല. നമുക്ക് ഇതെല്ലാം പ്രധാനം. അപ്പോൾ ഒരു ബുഗോട്ട് ഇടിച്ചു ഗൈസ്, എന്താണെന്ന് അറിയുന്നില്ല. നമ്മളെ വണ്ടി എന്തോ ഒരു അന്തൊന്നുമില്ല അതുപോലത്തെയാണ്. പക്ഷെ ഉള്ളിൽ ഐഫോണും കാര്യങ്ങളും കിടക്കുന്നത്. പക്ഷെ ഇതൊന്നും നമുക്ക് എടുക്കാൻ കഴിയില്ല. എടുത്ത് നമ്മൾ ഇപ്പോൾ 25 മില്യൺ പോയിട്ട് 1 മില്യൺ പോലും കിട്ടില്ല, 25 പൈസ പോലും കിട്ടില്ല. അതുകൊണ്ട് നമ്മളൊന്നും എടുക്കാൻ നിൽക്കുന്നില്ല. നേരെ നമ്മൾ പോവുക, സ്ഥലത്താക്കുക, പൈസ എമൗണ്ടിൽ കിട്ടുക, വാങ്ങുക. നമുക്ക് നേരെ പോവുക. നമ്മൾ ഇവിടെയാണ് പറഞ്ഞത്, അയാൾ വന്നിട്ട് എടുക്കുമെന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് വിളിച്ച് നോക്കാം, അയാൾ വന്നിട്ട് എടുക്കുമെന്ന് നോക്കാം. അയാളുടെ നമ്പർ തന്നിട്ടുണ്ട്, സിമ്മ അയാളുടെ നമ്പർ തന്നിട്ടുണ്ട്. നമുക്ക് അയാൾ വിളിച്ച് നോക്കാം. നമുക്ക് അയാൾ വിളിച്ച് നോക്കാം. ഇതാണ്ട ഈ വണ്ടികളാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അയാൾ വിളിച്ച് നോക്കണം, നമ്പർ തന്നെയാണ്. അപ്പോൾ നമുക്ക് അയാൾ വിളിച്ച് നോക്കുമ്പോൾ അയാൾ പറയുന്നത് എന്താണ്, ഞാൻ വന്നോളാം, നിങ്ങൾ അവിടെ വെച്ചോ, ഞാൻ വന്നിട്ട് എടുത്തോളാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗൈസ് അതങ്ങനെ ആക്കട്ടെ. ഇപ്പം നമ്മൾ കയ്യിൽ എമൗണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ച് സെറ്റഡ് ആയിട്ടുണ്ട്. നമ്മുടെ ഫ്രാങ്ക്ലിൻ ഇപ്പോൾ പൂർ ഫ്രാങ്ക്ലിൻ നിന്ന് റിച്ച് ഫ്രാങ്ക്ലിൻ ആയിട്ടുണ്ട് ഗൈസ്. ഇപ്പം നമുക്ക് എല്ലാം വാങ്ങാൻ പോവാണ്. നമ്മളിപ്പോൾ എല്ലാം വാങ്ങാൻ പോവാണ്, കിട്ടുന്ന എല്ലാ സംഭവമാണ്. അപ്പോൾ നമ്മൾ 25 മില്യണാണ് നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ളത് ഗൈസ്. 25 മില്യൺ എന്തൊരു ഗൈസ്. നമുക്ക് നമ്മുടെ മൈക്കിൾ വിളിച്ചിട്ട് ഈ ഷോറൂമും
നമ്മുടെ വീടൊക്കെ എഗ്രിമെൻറ്റ് സൈനത്തിൽ ഫുള്ള് പേഴ്സണൽ വാങ്ങിയിട്ടുണ്ട്. ഈ വണ്ടി മൊത്തം വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ 17 മില്യനാണ് പറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് വിഷയമല്ല. അയാൾ നമ്മളെ കുറേ പുച്ഛിച്ച എന്താന്ന് നിന്നെക്കൊണ്ട് വാങ്ങാൻ കയ്യിൽ എന്നെ പിച്ചക്കാരനാന്ന് ഓടിപ്പോ. ഇനി അവൻ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചെയ്യില്ല, ആരും ചെയ്യരുത് ഇങ്ങനെ. നമ്മളെന്തായാലും അത് അങ്ങോട്ട് വാങ്ങിയിട്ടുണ്ട്. എടാ മോനെ, അയ്യോ എൻ്റെ വണ്ടി പോയേ, എൻ്റെ ഷോറൂം പോയേ. അയാളങ്ങനെ പോയിട്ടുണ്ട് ഗൈസ്. അയാൾ നമ്മളെ കരിയിപ്പിച്ച് വിട്ടിട്ടുണ്ട്. അയാൾ പോയിട്ടുണ്ട് നമ്മളെ ഷോറൂം പോയെല്ലാം പറഞ്ഞിട്ട്. നമുക്ക് ലംബോർഗിനി സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്കടുത്ത് നമ്മളെ വീട്ടിൽ കൊണ്ടിടാം. മറ്റവനും പോയിട്ടുണ്ടെന്ന് വിശ്വാസം. അവിടെ കാണില്ല എന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. നമ്മളങ്ങനെ നമ്മളെ വണ്ടി എടുത്തിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. കൊണ്ടിടാ നമ്മളെ ഡിഫൻഡർ, നമ്മളെ വണ്ടി, നമ്മളെ വീട് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമ്മളെ വണ്ടി കിട്ടിയിട്ടുണ്ട്, നമ്മളെ വീട് കിട്ടിയിട്ടുണ്ട്, നമ്മളെ സ്വിമ്മിംഗ് പൂൾ കിട്ടിയിട്ടുണ്ട്, എല്ലാം കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾ അടുത്ത് ഇതേപോലെ ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. ലവ് യു ആൻഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.